ഹരി ഓം. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വീണ്ടും ഒരു ലൈവ് വരേണ്ടി വന്നു. സന്തോഷം. ഇന്ന് ഇപ്പം നവരാത്രി 8ാം ദിവസമായി. നമ്മൾ ഇത്രയും നാളും വളരെ നല്ല രീതിയിലാണ് നവരാത്രി ആഘോഷിച്ച് വരുന്നത്. സാധകർക്കെല്ലാം അവരുടെ ദൈനംദിനമായിട്ടുള്ള ദിനചര്യകളും ഓരോ ചിട്ട അനുസരിച്ചുള്ള ഓരോ ജീവിതവും ശരിക്കും ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചെറിയൊരു രൂപം തന്നെയാണിത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. ഈ ഒരു 8 ദിവസം നമ്മൾ 4-5 പേര് ഇവിടെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഇടയിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല ചാനൽസ് വരുന്നു ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട്, ഗുരുവിനെക്കുറിച്ച് അറിഞ്ഞിട്ട്. അത് തുടക്കത്തിൽ നമ്മൾ ഈ അമ്മ ഭാരതം ചാനലിൽ വന്ന് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് മുതൽ എടുത്ത് ഫുൾ ടൈം നിന്ന് ചെയ്തതിൻ്റെ ആ ഒരു ഇതാണ്. അത് എല്ലാവർക്കും കാണാൻ പറ്റിയെന്നുള്ളതാണ്. കുറേ പേര് അത് കണ്ടു. അത് കണ്ടിട്ട് ഇങ്ങനൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് എന്ന് ഇപ്പോഴാണ് പലരും അറിയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തുകയാണ്. ഗുരുജി ഇത് തുടങ്ങിയിട്ട് 15 വർഷത്തിൽ കൂടുതലായി. ബാലരാമപുരത്ത് തുടങ്ങിയിട്ടും കുറച്ച് നാളായി, 5-6 വർഷമായി ഇവിടെ തുടങ്ങിയിട്ടും, ഈ സെൻറ്ററിൽ തുടങ്ങിയിട്ട്. ചെറിയ രീതിയിലാണ് തുടങ്ങി വന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഗുരു ഈ രൂപത്തിലെത്തുന്നത് ഈ ഇത്രയും വർഷത്തെ ഒരു ഒഴുക്കിൻ്റെ ഭാഗമായിട്ടാണ്. സ്വാഭാവികമായിട്ടുള്ളൊരു ഒഴുക്കാണിത്. അപ്പോൾ ഇവിടെ ഇപ്പം ഇന്ന് പെട്ടെന്ന് ലൈവിൽ വന്നതാണ്. പ്രത്യേകിച്ച് ടോപ്പിക്കായിട്ട് അങ്ങനെ എടുത്തില്ല, എന്നാലും ജനറലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സാധകരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടു കാണും. കഴിഞ്ഞ ഈ ഒരു 7 ദിവസം ഓരോ സാധകരുടെ എക്സ്പീരിയൻസാണ് നിങ്ങൾ കേട്ടത്. അവർ ജീവിതത്തിൽ അനുഭവിച്ച എക്സ്പീരിയൻസുകളാണ്. അവരെങ്ങനെ മോൾഡ് ചെയ്ത് വന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇത്രയും നാൾ കേട്ടത്, ഈ ഒരു 8 ദിവസം ലൈവ് കേട്ടത്. ആദ്യം ഞാനാണ് സംസാരിച്ചത്. പിന്നെ കുട്ടാച്ചൻ അരവിന്ദ് സംസാരിച്ചു, ചെങ്ങന്നൂർ നീനുജി സംസാരിച്ചു, രാജീവ് സംസാരിച്ചു, സോമിനിയമ്മ സംസാരിച്ചു. ഇവരെല്ലാവരും സംസാരിച്ചത് ഇവരുടെ എക്സ്പീരിയൻസുകളാണ്. ഇത്രയും ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ട് ഇവരെല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. ഈ ഗ്രൂപ്പിൽ ധ്യാനം പരിശീലിച്ച് വരുന്നവരാണ്. അപ്പോൾ ഇതിൽ നിന്ന് അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാവരും ബേസിക്കായിട്ട് ഏകദേശം ഒരേ രീതിയിൽ നിന്നവരാണ്. സ്പിരിച്വലായിട്ട് കുറേ ബേസ് ഉണ്ടായിരുന്നു എങ്കിലും അവരുടേതായിട്ടുള്ള രീതികളിൽ നിന്നവരാണ്. എന്നാൽ അവർക്ക് ഏതോ ഒരു സമയത്ത് ഒരു അവസരം കിട്ടി, ഒന്ന് മാറി ചിന്തിക്കുവാനോ അല്ലെങ്കിൽ സ്വയം ഒന്ന് ചിന്തിക്കുക, ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇനി എങ്ങനെയാണ്, എൻ്റെ ഒരു ലക്ഷ്യം എന്താണ്, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടതെന്നൊരു ചിന്ത വന്നപ്പോഴാണ് ഒരു ഗുരു എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, അതൊരു വ്യക്തിയല്ല, വ്യക്തി എന്നുള്ള രീതിയിൽ എടുക്കരുത്. ഗുരു എന്ന് പറയുമ്പോൾ അവരുടെ ആ ലക്ഷ്യം എന്താണോ അതിന് വഴി കാട്ടാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ആശയം, ആ ഒരു രീതിയിലാണ്. ഇപ്പം നമുക്കൊരു ആശയത്തെ വെറുതെ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ, വെറുതെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരാൾ ടീച്ച് ചെയ്യണം. അപ്പോൾ ആ അറിവ് പകർന്നു തരുന്നവനാണ് ഗുരു. അപ്പോൾ അത് വ്യക്തിയിൽ മാത്രം ഫോക്കസ്ഡ് അല്ല ഒരിക്കലും. ധ്യാനം പരിശീലിക്കുന്ന ഒരാൾ അങ്ങനെയല്ല കാണുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയത്ത് അവരുടേതായിട്ടുള്ള സമയത്ത് ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ കിട്ടി, അവരുടെ വഴി തെളിയിക്കാൻ വേണ്ടിയിട്ട്, ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കുട്ടാച്ചനായിരുന്നാലും നീനു ആയിരുന്നാലും അവരുടെ എല്ലാ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ അവരെല്ലാം ഓരോരോ ഘട്ടങ്ങളിലൂടെ, രാജീവായിരുന്നാലും സോമിനിയമ്മയായിരുന്നാലും, ഇനി ഇവിടെ സാധാരണ ലൈവ് പറയാൻ പറ്റാത്തവരുമുണ്ട്, അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈവ് നോക്കിയിട്ട് കിട്ടാത്തവരുണ്ട്, നെറ്റ് കണക്ഷൻ കിട്ടാത്ത, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റാത്തവരുണ്ട്.
വിമൽ. അപ്പോൾ എല്ലാവരുടെ എക്സ്പീരിയൻസും നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ഏതോ ഒരു ലെവലിൽ അവർക്ക് എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം അവരെന്ത് ചെയ്തു, ഒരു അവസരങ്ങളായിട്ടാണ് കൺവേർട്ട് ചെയ്തത്. ആ അവസരങ്ങളെ അവർ പ്രയോജനപ്പെടുത്തി. എങ്ങനെ? ഒരു ആശയത്തെ, അവരുടെ ലക്ഷ്യബോധം അതവർ ഉറപ്പിച്ചു. ആദ്യം ആ ലക്ഷ്യബോധത്തിൽ പിടിച്ചുകൊണ്ട് അവർ ചിന്തിച്ചപ്പോൾ അവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴികാട്ടിയെ കിട്ടി. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളിങ്ങനെ തരണം ചെയ്താണ് ഇത്രയും വർഷം, 10 വർഷത്തിൽ കൂടുതലായിട്ട് ഇവരെല്ലാവരും ഫോളോ ചെയ്ത് ഒരു ധ്യാനം, ഒരു പ്രത്യേക ഒരു രീതിയാണ്. എല്ലാവർക്കും ഒരേ രീതിയല്ല, ഓരോ സാധകനും എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് അതനുസരിച്ചുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ധ്യാനം പരിശീലിക്കുന്നവരായതുകൊണ്ട് അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ചിട്ട, അവരവരുടെ മനസ്സിൻ്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ചുള്ള സാധനാക്രമങ്ങളാണ് ഇവിടെ ഗുരുജി ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം മെയിനായിട്ട് നമ്മളിപ്പോൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഒരു സാധകനെ ഘട്ടം ഘട്ടമായിട്ട് പരിവർത്തനം അവൻ്റെ ഉള്ളിൽ തന്നെ വരുത്തി ഈ ഒരു ലെവൽ, ഇപ്പോൾ ഒരു സാധകൻ നിൽക്കുന്ന ഈ ലെവലിൽ എങ്ങനെ എത്തിച്ചു. അത് സ്വയം ആ സാധകരുടെ ഉള്ളിൽ പരിവർത്തനം വേണം, അല്ലെങ്കിൽ ഞാൻ പരിവർത്തനപ്പെടേണ്ടവനാണ്, എന്നിൽ എന്തോ ഒരു പോരായ്മയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഇനിയും ഞാൻ എന്തോ കൂടുതൽ നേടേണ്ടതുണ്ട് എന്നുള്ള ചിന്തയാണ് അവർ സ്വയം മാറാൻ തയ്യാറായത്. അവർ സ്വയം മാറാൻ തയ്യാറായതുകൊണ്ടാണ് ഗുരുവിനെ ലഭിച്ചതും ഗുരുവിലൂടെ അവർക്ക് ഇപ്പോഴുള്ള പരിവർത്തനത്തിലേക്ക് എത്തിയത്. ഇത് അൾട്ടിമേറ്റ് പരിവർത്തനം അല്ല, ഒരിക്കലും അല്ല. ഗുരുജിയുടെ ടോക്കിൽ നമ്മൾ കേട്ടതാണ്. സാധകൻ ഇപ്പോൾ എന്താണോ ആ സത്യമാണ് ഗുരുജിയുടെ ആ ടോക്കിൽ പറഞ്ഞതുപോലെ, ഇപ്പോൾ എന്താണോ സത്യം അതാണ് അവനിപ്പം നിൽക്കുന്നത്. ഇത് വീണ്ടും മാറും. അത് അവൻ സ്വയം വീണ്ടും ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ, ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി നോക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളാണത്. അപ്പോൾ ആ മാറ്റങ്ങൾ ഇപ്പം രാജീവ് പറഞ്ഞത്, രാജീവിൻ്റെ തുടക്ക സമയം അമ്പലത്തിൽ മാല കെട്ടി കൊടുക്കുന്ന ഒരു കഥ പറഞ്ഞു. അത് വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച്, അവരുടെ പരിഹാസങ്ങൾ അനുഭവിച്ച്, ചുറ്റുപാടുള്ളവരുടെ പരിഹാസങ്ങളെല്ലാം തീർത്ത്, എന്താണോ രാജീവിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ രാജീവിൻ്റെ മനസ്സിൽ തോന്നിയത് അതാണ് രാജീവ് ചെയ്തത്. അതുകൊണ്ട് വേറെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടായില്ല. പക്ഷേ ആൾക്കാർ ചിന്തിക്കുന്നത് എന്തായിരിക്കും, എന്തോ അവരിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് ഇവനെന്തോ തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്നുള്ള രീതിയിൽ അങ്ങനെ പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് രാജീവിൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞു. എന്നാലും രാജീവ് അതിൽ തളർന്നില്ല. രാജീവിന് ഒരു പരിവർത്തനം വേണം, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യം വന്നതുകൊണ്ടാവാം, എൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ള ചോദ്യം ഉള്ളിൽ വന്നുകൊണ്ടാവാം ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറൻ്റായിട്ട് ചിന്തിച്ചത്. അപ്പം അങ്ങനെ ഒരു പരിവർത്തനം ആഗ്രഹിച്ചപ്പോഴാണ് നന്ദനാണ് മിക്കവാറും കൂടുതലും ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഗുരുജിയുടെ ആ ഗ്രൂപ്പിലോട്ട് നന്ദൻ ഒരു ഹംസമാണെന്ന് തോന്നുന്നു. നന്ദൻ എന്തോ ഒരു പ്രത്യേക കഴിവാണ് നന്ദന്. അത് ഒരാളെ കാണുമ്പോഴത്തേക്ക് നന്ദന് തോന്നും, ഇവൻ സ്പിരിച്വൽ രീതിയിൽ പോകാനുള്ള ഒരാളാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ഈ ഗ്രൂപ്പിലോട്ട് വന്ന് ചേരും. പലരും അങ്ങനെ വന്നവരാണ്, കുറേ പേര്, ഇഷ്ടം പോലെ പേര്. ചിലർ അതിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ നന്ദൻ ഒരു പ്രത്യേകതയുള്ള ആളാണ്. നന്ദൻ ഇന്ന് വരും. നന്ദനും അഡ്വക്കേറ്റ് ശരത്തും വരും. അവിടെ സത്സംഗം ഉണ്ടാവും ഇനി വരുന്ന ദിവസങ്ങൾ, ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കേൾക്കാം. അപ്പം നന്ദൻ വഴിയാണ് കൂടുതൽ പേര് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് ഓരോ സാധകരുടെ ഒരു പ്രത്യേക കഴിവാണത്. അപ്പോൾ ഇപ്പോൾ രാജീവിൻ്റെ കാര്യം പറഞ്ഞു വരികയായിരുന്നു. അപ്പം രാജീവ് അമ്പലത്തിൽ പോകുന്ന സമയത്ത് നന്ദന് ഒരു ഉപാസകനാണ്, ദേവി ഉപാസകനാണ്. നന്ദൻ ഇങ്ങനെ അമ്പലത്തിൽ മിക്കവാറും ജപിക്കുന്നതാണ്, ഒറ്റയ്ക്കിരുന്ന് ജപിക്കുന്ന ആളാണ്. നന്ദൻ്റെ വീട്ടിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അറിയില്ല, എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. അത് നന്ദൻ എക്സ്പീരിയൻസ് പറയുമ്പോൾ അറിയാം. അപ്പോൾ നന്ദന് തോന്നിയതാണ് രാജീവിനെ കണ്ടപ്പോൾ, ഇവൻ കൊള്ളാലോ, നമ്മുടെ ഗ്രൂപ്പിൽ കയറാൻ പറ്റുന്നവനാണ്. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അവരുടെ അതാണ് ഈ ആത്മബന്ധം എന്ന് പറയുന്നത്. സാധകർ തമ്മിലുള്ള ആത്മബന്ധം എന്ന് പറയുന്നതാണ്. ഇങ്ങനെ
ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഒരു ഗ്രൂപ്പിലോട്ട് ചേരേണ്ട ആൾക്കാരിങ്ങനെ ചേർന്ന് വരും. ശരിക്കും അതാണ് ഇപ്പം ഗുരുജിയുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ ലക്ഷ്യത്തോടെ പോകുന്ന കുറച്ച് ഗ്രൂപ്പ് ആൾക്കാരെ ഒന്ന് വാർത്തെടുക്കുക, പരിവർത്തനം വരുത്തി വാർത്തിയെടുത്ത്, ശരിക്കും നമ്മൾ ഈ പറയുന്ന വസുദൈവ കുടുംബം എന്ന് പറയുന്ന നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ലോകമാണത്. അത് സാധകരിലൂടെ പതുക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഗുരുജിയുടെ മെയിൻ ഉദ്ദേശം. അതാണ് നമ്മൾ ഈ സാധന പ്രാക്ടീസ് ചെയ്ത് ഓരോ സാധകനും അവരവർ പരിവർത്തനപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. നീനുജിയുടെ ഇത് പറഞ്ഞായിരുന്നു, ഗൾഫിൽ പോയി ജോലി ചെയ്തപ്പോൾ ലഭിച്ച വിഷമങ്ങളും കഷ്ടതകളും. അതെല്ലാം ഓരോ പാഠമാണ്. ഓരോ സാധകർക്കും നമ്മളിപ്പം സാധാരണ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ ലൈഫിൽ ഓരോ ചിട്ടകൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വാശികൾ കാണിക്കാറുണ്ട്. ഞാനും കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയാം. നീനു പറഞ്ഞല്ലോ, നീനു ചില ആഹാരം കഴിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെയാണ്, അത് വേണം ഇത് വേണം, വഴക്കുണ്ടാക്കുന്നവർ. എന്നാൽ നീനുവിന് ഒരു പാഠം പഠിക്കണമെങ്കിൽ ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ അതിനുള്ളൊരവസരം വന്നു. നീനു 8ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ്സോ 8ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് മുതൽ ഗുരുജിയുടെ കൂടെ നടക്കുന്ന ആളാണ്. അന്ന് സ്പിരിച്വൽ കൂടുതലൊന്നും അറിയില്ലെങ്കിലും ഗുരുജിക്കൊരു പ്രത്യേകത തോന്നി. സ്പിരിച്വൽ മൈൻഡുള്ള, എന്നാൽ ഈ ലോകത്ത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്പിരിച്വലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഒരു ആശയം പ്രാവർത്തികമാക്കാൻ കെൽപ്പുള്ള ഒരാളാണ് നീനു എന്ന് തോന്നിയത് കൊണ്ടാവാം ആ ചെറുപ്പകാലത്തെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഗുരുജി കൂടെ പിടിച്ചത്. ശരിക്കും നീനുജിയുടെ ചേട്ടനാണ് കൂടുതലും ഗുരുജിയായിട്ട് പരിചയം. പക്ഷേ കൂടുതൽ കണക്ട് ചെയ്ത് വന്നത് നീനുവിനെയാണ്. ചിലപ്പോൾ അതിലെന്തോ അവൻ്റെ ലൈഫ് വേറൊരു രീതിയിൽ നീനുവിൻ്റെ ലൈഫ് പോകാനായിരിക്കാം, നല്ലൊരു രീതിയിൽ പോകാനുള്ള ഒരു ലൈഫായിരിക്കും. കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ലൈഫാണ് നീനുവിലൂടെ ഗുരുജി ഇവിടെയുള്ള ഉദ്ദേശിച്ചത്. ഇവിടെയുള്ള മിക്കവാറും ഭൂരിഭാഗം സാധകരും കുടുംബസ്ഥരാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ്, ഒരു വസുദൈവ കുടുംബം എന്നുള്ള കൺസെപ്റ്റാണ് ഈ ഒരു സാധക കൂട്ടായ്മയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നീനു. രാജീവും കല്യാണം കഴിച്ച് കുട്ടികളുള്ളതാണ്. നന്ദൻ, ശരത്ത്, നമ്മളെല്ലാവരും കൂടുതൽ പേരും ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് സ്പിരിച്വാലിറ്റിയും അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഗുരുജി സാധ്യമാകുമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ സാധകരിലൂടെ. അപ്പോൾ നീനുജിയും ഇതുപോലെ പറഞ്ഞല്ലോ, അദ്ദേഹം നീനു പുറത്തു പോയപ്പോഴത്തേക്ക് അനുഭവിച്ച കഷ്ടപ്പാടുകൾ അത് ചിലപ്പം വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, പറഞ്ഞിട്ടുണ്ടാവില്ല, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം വീട്ടുകാർ വിഷമിക്കില്ലേ, മകൻ പട്ടിണി കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ വിഷമിക്കും. അപ്പോൾ ആ കഷ്ടതകളെല്ലാം അനുഭവിച്ച് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അനുഭവിച്ച് വന്നപ്പോൾ നീനുവിൻ്റെ ഉള്ളിൽ ഒരു മാറ്റം, ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായല്ലോ. ആ മാറ്റം മതി ഒന്ന് ചിന്തിക്കാൻ, ഞാൻ ഈ കാണിച്ചു കൂട്ടിയതെല്ലാം ശരിയായിരുന്നോ, എൻ്റെ വാശി എത്രത്തോളം അർത്ഥമുണ്ടായിരുന്നു, അതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ. അപ്പോൾ അതൊരു പരിവർത്തനത്തിന് ചെറിയൊരു കാര്യമുണ്ടായി, നീനുവിനുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം വ്യത്യസ്തമാണ് നീനു. അതുപോലെ കുട്ടാച്ചനും ഇതുപോലെ പല കഷ്ടതകളും അനുഭവിച്ചു വന്നതാണ്. ജോലിയുടെ കാര്യത്തിലായിരുന്നാലും പല കാര്യത്തിലും അതിൽ നിന്ന് ഓരോ എക്സ്പീരിയൻസസ് കുട്ടാച്ചനും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും പാഠം പഠിച്ച് ഒരു ലക്ഷ്യബോധത്തോടു കൂടി ദിവസവും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സേവനം എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിത്വമാണ് കുട്ടാച്ചൻ. പ്രൊഫഷൻ നേഴ്സാണ്. എന്തുകൊണ്ടും ആ ഒരു മനസ്സിന് അനുയോജ്യമായുള്ള പ്രൊഫഷൻ തന്നെയാണത്. ആ മനസ്സ് അത്രത്തോളം നിർമ്മലമാണ്. അപ്പോൾ ആൾക്കാരുടെ വിഷമം കാണുമ്പോൾ ഉള്ളിൽ സ്വയം എൻ്റെ വിഷമമായിട്ട് കാണുന്നു. അപ്പോൾ അത് തന്നെ ഒരു സാധകന് വേണ്ട ബേസിക് ക്വാളിറ്റി അത് തന്നെയല്ലേ. സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവർക്കും കൂടി ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അത് വളർത്തേണ്ടത് തന്നെയാണ് ഒരു സാധകൻ. നമ്മളൊക്കെ എത്രത്തോളം അത്രയും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
കുട്ടാച്ചനോളം. അത് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ സാധകർക്കും ഓരോ പ്രത്യേകതയുണ്ട്. എന്നാൽ ലക്ഷ്യമെല്ലാം ഒന്നാണ്. എല്ലാ സാധകരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക വ്യക്തിത്വങ്ങളാണ്, ഓരോ ഇൻഡിവിജ്വലാണ് അവർ ഓരോരുത്തരും. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ആൾക്കാരെ ഒന്ന് പരിവർത്തനപ്പെടുത്തി അവരുടേതായിട്ടുള്ള രീതിയിൽ ഊന്നി നിൽക്കുക എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ. അതാണ് ഈ ധ്യാനം, പരിശീലനം, സാധന ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ഓരോരുത്തർക്കും ചിട്ടപ്പെടുത്തിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പം എല്ലാവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഇനി ഞാനും ഏകദേശം ഇതുപോലെ കുറേ എക്സ്പീരിയൻസുകളിൽ കൂടി തന്നെയാണ് പോയിട്ടുള്ളത്. ഞാനും ഇതുപോലെ നീനു പറഞ്ഞ പോലെ കുറച്ച് വാശി, നല്ല ദേഷ്യം എല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ്. ചെറിയ നിസ്സാര കാര്യത്തിന് വരെ ദേഷ്യപ്പെടുന്ന ആളാണ്. അങ്ങറ്റത്തെ വാശിയും ഉണ്ടായിരുന്നു. ചിലപ്പോൾ എൻ്റെ ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. എനിക്ക് ബാക്കിയുള്ളവരെ പോലെ സ്കിന്നിന് പ്രോബ്ലം ഉള്ള ആളായിരുന്നു ഞാൻ. അപ്പോൾ പുറത്തങ്ങനെ ഇറങ്ങി നടന്ന് ഫ്രണ്ട് സർക്കിളൊന്നുമില്ല. വീട്ടിൻ്റെ അകത്ത് തന്നെയാണ്. അച്ഛനും അമ്മയും അനിയനും ഇറങ്ങുന്ന കുടുംബമാണ്. അപ്പോൾ സ്കൂളിലൊന്നും അധികം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി കുട്ടികൾ കളിക്കുന്നതും അങ്ങനെ എൻജോയ് ചെയ്യുന്നതും ആ രീതിയിലുള്ള ഇതിനൊന്നും പറ്റിയിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ഈ ഒരു ദേഷ്യവും വാശിയും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചത്. അനിയനൊക്കെ നല്ല രീതിയിൽ കളിക്കുകയും ഓടിച്ചാടി കളിക്കുകയും എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ജനലിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അവനിങ്ങനെ കളിക്കുന്നത്. എനിക്ക് സ്കിന്നിൻ്റെ പ്രശ്നമുള്ള പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കും, എനിക്കെന്നാണ് ഇങ്ങനെ കളിക്കാൻ പറ്റുന്നത്. അതെല്ലാം എൻ്റെ ഉള്ളിൽ ചിലപ്പം അടക്കി വെച്ച് ഞാനൊന്നും അധികം സംസാരിക്കില്ലെങ്കിലും ദേഷ്യമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും പെട്ടെന്നായിരിക്കും പൊട്ടിത്തെറിക്കുന്നത്. അറിയാൻ പറ്റില്ല എപ്പോഴാണ് ഞാൻ പൊട്ടിത്തെറിച്ചാൽ പിടി കിട്ടൂല്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു എൻ്റെ ഒരു മാനസികാവസ്ഥ. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും, ആ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കും എനിക്ക് ആ വാശി. ഞാൻ കൃത്യസമയത്ത് 1 മണിയെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് ആഹാരം വേണം. കുറച്ചേ കഴിക്കുകയുള്ളെങ്കിലും, ശരീരം കണ്ടാൽ അറിയാമല്ലോ, കുറച്ചേ കഴിക്കുകയുള്ളെങ്കിലും ആ സമയത്ത് വേണം. ഇന്ന ഭക്ഷണം ഉണ്ടെങ്കിലേ കഴിക്കുകയുള്ളൂ. ചോറിന് കറി വേണം, അല്ലെങ്കിൽ പുട്ടിന് പഴമാണെങ്കിൽ ഞാൻ കഴിക്കില്ല, എന്തെങ്കിലും കറി വേണം. അതുപോലെ ഓരോ കാര്യത്തിന് എനിക്ക് ഓരോ നിർബന്ധ ബുദ്ധികളുണ്ടായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നാലും ഓരോന്നിനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ എനിക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു പരിവർത്തനം എൻ്റെ ഉള്ളിലും എപ്പോഴോ തോന്നി. ഈ എൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ചൊന്ന് കുറഞ്ഞപ്പോഴായിരിക്കാം, കുറച്ചൊന്ന് ഞാൻ ഫ്രീ ആയി. പിന്നെ അങ്ങ് പുറത്തിറങ്ങി അങ്ങ് വിലസാൻ തുടങ്ങി. വീട്ടുകാരുടെ എതിർപ്പെല്ലാം അവഗണിച്ച്. ഇത്രയും നാൾ ഒരു കാര്യം കൂടി, അത് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമുക്കുള്ളൊരു ഓപ്ഷൻ എന്താണ്? വീട്ടിൻ്റെ അകത്തിരിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു എന്താ പറയുക, വലിയൊരു ഈശ്വരഭക്തൻ എന്നുള്ള ഒരു പേര് എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ തന്നെ സ്വയം വിശ്വസിപ്പിക്കുകയും അങ്ങനെ വിശ്വസിച്ചിരുന്നതാണ്. ബാക്കിയുള്ളവരത് കണ്ട് ഞാനൊരു വലിയ ഭക്തനാണ്, ഒരു ചിട്ടയായിട്ട് പോകുന്ന ഒരാളാണ്, പാവം. എന്നാൽ വീട്ടിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ. എൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്താണ് നടക്കണമെന്ന് പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ജീവിച്ച് പോയതിൽ നിന്നും ഞാൻ പെട്ടെന്ന് അസുഖമെല്ലാം ഒന്ന് കുറഞ്ഞു മാറിയപ്പോഴത്തേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വ്യവഹരിക്കാൻ തുടങ്ങി. ഫ്രണ്ട്സിനോട് കറങ്ങുക, പഠിത്തത്തിൽ ശ്രദ്ധിക്കാതെ വരിക, ഉഴപ്പുക, ഇതെല്ലാ രീതിയിലും ചിക്കൻ, മട്ടൻ, ബീഫ് ഇതെല്ലാം ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. അസുഖം ഉണ്ടായിരുന്നപ്പോൾ ഇതൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇതൊക്കെ ആഗ്രഹമുണ്ട്. അനിയനെല്ലാം കഴിക്കുകയും ഇതെല്ലാം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്, മനസ്സിന് പറ്റില്ല എന്നറിയാമെന്നുള്ളതുകൊണ്ട് മനസ്സടങ്ങിയിരുന്നതാണ് ആ സമയത്ത്. ഇതെല്ലാം പിന്നീട് ചിന്തിക്കുമ്പോഴാണ് ഈ മനസ്സിൻ്റെ കളിയാണെന്ന് മനസ്സിലാകുന്നത്. ആ സമയത്തൊന്നും അറിയില്ല. ഞാൻ വലിയൊരു ഭക്തനാണെന്നുള്ള ഒരു അന്ധമായിട്ടുള്ള ഒരു തെറ്റായ ധാരണയുണ്ടായിരുന്നു. അതൊന്നും അല്ല എന്നുള്ളത്, മനസ്സിനൊരു ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ മനസ്സ് അതിൻ്റെ ഉള്ളിൽ അടക്കി വച്ചിരുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് പുറത്തേക്ക് ഇട്ട് തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി? എല്ലാവരും ചിക്കൻ കഴിക്കുന്നില്ലേ, കഴിച്ചു നോക്കാമല്ലോ. കഴിച്ചു. എല്ലാവരും കറങ്ങി നടക്കുന്നു, കറങ്ങാമല്ലോ. അതിനെന്താ പ്രശ്നം? എന്താ ഇപ്പോൾ മനസ്സിന് പ്രശ്നമൊന്നുമില്ലല്ലോ, ശരീരത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ. മനസ്സ് പറയുന്ന പോലെ എല്ലാം കേട്ട് കറങ്ങി അടിച്ച്
ചിക്കനും ബീഫും മട്ടണും എല്ലാം ഇഷ്ടം പോലെ വാരി കഴിച്ച്, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റി, എന്നിലെ സാത്വിക ഗുണമായിരിക്കാം. ആ സമയത്ത് അറിയില്ല, ഈ സമയത്ത് അറിയാം. സാത്വിക ഗുണം പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ട് തമോ ഗുണം എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവാം. സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടുമല്ലോ. നമ്മൾ കഴിക്കുന്ന ഇൻടേക്ക് ഫുഡ് അങ്ങനത്തെയാണ്, ചിന്താരീതികൾ അങ്ങനത്തെയാണ്, കൂട്ടുകൂടുന്ന സമൂഹം അങ്ങനത്തെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് എന്തോ ഒരടി കിട്ടി. അപ്പോൾ എന്തോ ഒന്ന് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ പറയാം. ഉള്ളിലൊരു പേടി വന്നു, മരണഭയം. ഞാൻ മരിക്കുന്നതിന് മാത്രമല്ല, ഞാൻ അത്രയും നാൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന അച്ഛനും അമ്മയും എൻ്റെ കുടുംബവും അവരാരെങ്കിലും മരിച്ചു പോയാൽ ഞാൻ എന്തു ചെയ്യും? ആ ഒരു പേടി വന്നു. ആ ഒരു പേടി വന്നപ്പോൾ ഞാൻ അതൊരു വല്ലാത്തൊരു ഭയമായിരുന്നു. അപ്പോൾ ആ പേടി വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്താണിപ്പോൾ? അച്ഛനമ്മയും മരിക്കുന്ന പോട്ടെ, ഞാൻ മരിച്ചാൽ എന്തു ചെയ്യും? എങ്ങനെയാണ് മരിക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ് ആ ചിന്ത വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പോൾ ഞാൻ തിരയാൻ തുടങ്ങി, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്തയിൽ നിന്നാണ് ഞാൻ വീണ്ടും കുറച്ചുകൂടി മാറി, വീണ്ടും പഴയ ഒരു കറക്റ്റായിട്ട് അമ്പലത്തിൽ പോവുക. ഓരോ ദിവസം ഞാൻ ആദ്യത്തെ സത്സംഗത്തിൽ പറഞ്ഞ പോലെ അമ്പലങ്ങളിൽ പോവുക. ഇപ്പം ശരീരത്തിന് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്പലങ്ങളിൽ പോകാൻ പറ്റും. പോവുക, ദിവസവും പോവുക, പ്രാർത്ഥിക്കുക, അഷ്ടോത്തരം അങ്ങനത്തെ ഓരോ നാമം, വിഷ്ണു സഹസ്രനാമം അതെല്ലാം ജപിക്കുക. അതെല്ലാം മുടങ്ങാതെ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ബേസിക് കാരണം കൂടിയുണ്ട്. ഇതിനെല്ലാം ഈ ഒരു ക്വാളിറ്റി എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയാൻ കാരണം, ഞാൻ ജനിച്ച് ഒരു 6 വയസ്സ് വരെ ഞാൻ എൻ്റെ അപ്പൂപ്പനും അമ്മുമ്മയും അച്ഛൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അവിടെ ഒരു കൂട്ടുകുടുംബമാണ്. അച്ഛനും അച്ഛൻ്റെ അനിയത്തിമാരും അനിയന്മാരും അപ്പൂപ്പനും അമ്മുമ്മയും എല്ലാവരും കൂടെ. അതിൻ്റെ 6 വയസ്സ് വരെ ഞാൻ അവിടെയാണ് വളർന്നത്. എൻ്റെ ഒരു ബേസ് അതാണ്. കാരണം എൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുന്നത് ഒരു സാധകനാണ്. വളരെയധികം നല്ല രീതിയിൽ സാധന പ്രാക്ടീസ് ചെയ്ത്, വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത്, വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോളേജ് ടൈം മുതലേ 19 വയസ്സ് മുതലേ ഗുരുക്കന്മാരുമായിട്ടുള്ള സമ്പർക്കവും എല്ലാമായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനും ആ ഒരു തലമുറ ഈ ഗുരുപാരമ്പര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവരാണ്. ക്ഷേത്രാചാരങ്ങൾ ഉണ്ടെങ്കിലും അതിലും ഉപരി ഗുരുസങ്കല്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പോൾ അതെങ്ങനെയോ എൻ്റെ ബ്ലഡിലും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ചുറ്റുപാടിൽ വളർന്ന് ഒരു 6 വയസ്സ് വരെ ജീവിച്ചതിൻ്റെ ഒരു ബേസ്, ആ ഒരു കാഴ്ചപ്പാട്, അത് എങ്ങനെയോ കിട്ടിയിട്ടുണ്ട്. അപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമല്ല എങ്കിലും ഉള്ളിൽ എങ്ങനെയോ കയറിയിട്ടുണ്ടാവാം. അത് കാരണമാണെന്ന് തോന്നുന്നു എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പനാണ്. ഈ താടിയും മുടിയും ഞാൻ സ്പിരിച്വലിൻ്റെ ലക്ഷണമല്ല, സ്പിരിച്വാലിറ്റിക്ക് താടിയും മുടിയുടെ ആവശ്യമില്ല. ഇത് എൻ്റെ അപ്പൂപ്പൻ്റെ ഇൻഫ്ലുവൻസാണ്. എൻ്റെ അപ്പൂപ്പന് നല്ല മുടിയും താടിയും ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസാണ് ഞാനും ഇതുപോലെ കോളേജ് ടൈം മുതലേ താടി വയ്ക്കാൻ തുടങ്ങിയതാണ്. അത് എന്ന് വെച്ചാൽ ആ ഒരു മെൻറ്ററാണ്, എൻ്റെ ഒരു മെൻറ്റർ എന്നുള്ള രീതിയിലാണ്. അച്ഛനും അപ്പൂപ്പനുമാണ് എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത്. അച്ഛനും താടിയുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ കാര്യങ്ങൾക്കും ആ സമയത്ത് മാത്രം അച്ഛൻ താടി ഇല്ലായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അച്ഛനും താടി വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതാണ് എൻ്റെ ഈ ഒരു ലുക്കിന് കാരണം. അപ്പം മെൻറ്റർ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പനാണ്. ആ ഒരു അപ്പൂപ്പൻ ഈ കുഞ്ഞുനാളിൽ കഥ പറഞ്ഞു തരും. അപ്പൂപ്പൻ്റെ അനുഭവങ്ങളാണ്. ഇപ്പം നമ്മൾ ഈ സാധകർ പങ്കുവെച്ചതുപോലെ അപ്പൂപ്പൻ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഞാൻ അവിടുന്ന് താമസം മാറിയതിന് ശേഷവും ജഗതിയിൽ പിന്നെ എൻ്റെ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷവും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നിൽക്കും. എനിക്ക് ഫ്രീ ടൈം, ഈ സ്കൂൾ വെക്കേഷൻ ടൈമിലെല്ലാം ഞാൻ പോയി നിന്ന്
അപ്പോഴിങ്ങനെ ഓരോ കഥകളിങ്ങനെ പറയും അപ്പൂപ്പൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് അത് ഉള്ളിലിങ്ങനെ ഫീഡ് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഫീഡ് ആവണം. അപ്പൂപ്പൻ്റെ സാധന എക്സ്പീരിയൻസുകളും അപ്പൂപ്പൻ പോയിട്ടുള്ള ഗുരുക്കന്മാരുടെ കാര്യങ്ങളും അവിടുത്തെ കഥകളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു തരും. പിന്നെ അപ്പൂപ്പൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, മരണം മുതൽ പുനർജന്മം വരെ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അപ്പോൾ അത് എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതായതുകൊണ്ട് അതിലെ ഒരു സംഗ്രഹം, അതിൻ്റെ ഒരു ബേസിക് കണ്ടൻറ്റ് എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ പടികളുണ്ട്. നമ്മളിങ്ങനെ സാധന ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മളിൽ പരിവർത്തനം വരും. അവസാനം സുപ്രീം ബ്ലിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നമ്മളെത്തും. അങ്ങനെയാണ് നമ്മുടെ യോഗി വര്യന്മാരെല്ലാം ജീവിച്ചു പോകുന്നത്. അവരെല്ലാം ഓരോ കഷ്ടതകളിൽ കൂടി കഷ്ടപ്പെട്ട് പരിവർത്തനം വളർത്തിയെടുത്ത് പരിവർത്തനം വന്ന് ഈ ലെവലിൽ എത്തിയതാണെന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോഴൊന്നും കൂടുതലായിട്ട് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അപ്പൂപ്പനും അച്ഛനുമാണ്. അമ്മയും ഓഫ് കോഴ്സ് അമ്മയൊക്കെ ഈ ഒരു ഭക്തി ലെവലിലുള്ളതാണ്. അമ്മയും അച്ഛനെല്ലാം ഭക്തി മാർഗത്തിലുള്ളതാണ്. പക്ഷെ കൂടുതലും എൻ്റെ അപ്പൂപ്പൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിൽ നിന്നാണ് കുറേയൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ പേടി വന്നു എന്ന് പറഞ്ഞല്ലോ, ഈ പേടി വന്ന് മരണഭയം വന്നപ്പോഴാണ് ഇങ്ങനൊരു ചിന്ത വന്നത്. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അപ്പോൾ ആ ഒരു ചിന്ത ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ അച്ഛനും ഞാനുമൊക്കെ നമ്മൾ കുടുംബ ഈ ഗുരുസങ്കല്പത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ആലയ സ്വാമി കാട്ടാക്കട പോത്തങ്കോടുള്ള ആലയിൽ സ്വാമിയുടെ അവിടെ സ്ഥിരം പോവുമായിരുന്നു. സ്കൂൾ ടൈം മുതലേ ഞാനും അച്ഛനും എല്ലാ കുടുംബം ഫുൾ അവിടെ പോവുമായിരുന്നു. അപ്പോൾ അവിടെ വർഷങ്ങളായിട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഒരു പേടി ഇങ്ങനെ വന്നപ്പോഴേ ഞാനിങ്ങനെ സ്വാമിയുടെ അവിടെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കും, സ്വാമി എനിക്ക് ഇങ്ങനൊരു ചോദ്യമുണ്ട്. പ്രാർത്ഥിക്കുക, അവിടെ അങ്ങനെ സംസാരിക്കാറില്ല, ഉള്ളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനൊരു പേടി ഉണ്ട്. അത് ആ ചോദ്യങ്ങൾ, കുറേ ചോദ്യങ്ങളുണ്ട് എൻ്റെ ഉള്ളിൽ. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ഒരാൾ വേണം. എനിക്ക് അവിടെ അങ്ങനത്തെ ചോദ്യോത്തരങ്ങൾ, അങ്ങനത്തെ സത്സംഗം അങ്ങനെയൊന്നും ഇല്ല. ആശ്രമത്തിൽ അങ്ങനെയില്ല. അവിടെ പോകുമ്പോൾ അവിടെ കിട്ടേണ്ടവന് എന്താണോ അത് കിട്ടും. സത്സംഗം അങ്ങനത്തെ കാര്യങ്ങളില്ലാന്നേ ഉള്ളൂ. പക്ഷേ എന്താണോ അവിടെ കിട്ടേണ്ടവന് അത് കിട്ടിയിരിക്കും. അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ് ആലയസ്വാമിയുടെ അവിടെ ഉള്ളത്. സിദ്ധസങ്കല്പത്തിലുള്ള ഒരു സ്വാമിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അവിടെ പോയി ധ്യാനിക്കാം, അവിടെ ഇരിക്കാം, സൈലൻ്റായിട്ടിരിക്കാം, വരാം, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പ്രസൂൻ വഴി ഗുരുജിയെ പരിചയപ്പെടുന്നത്. അപ്പോഴല്ല ഈ ഓർക്കൂട്ട് സംഭവമാണുള്ളത്, ഫേസ്ബുക്കൊന്നുമില്ല. ഓർക്കൂട്ട് വഴി എൻ്റെ ഫ്രണ്ടിന് ഒരു റിക്വസ്റ്റ് ഗുരുജി കൊടുക്കുകയാണ് എൻ്റെ ഫ്രണ്ടിന്. ഫ്രണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ, നമ്മൾ രണ്ടുപേരും കൂടെ, പ്രസൂനും ഞാനും കൂടെ ഗുരുജിയെ കാണാൻ ഒരു വിഷു ദിവസം പോവുകയാണ്. അവിടെ കൈമനത്തായിരുന്നു അദ്ദേഹം, ഗുരുജി അന്ന് താമസിച്ചിരുന്നത്. അവിടെ പോയി നമ്മൾ കണ്ട് സംസാരിച്ച് അങ്ങനെയാണ് ഗുരുജിയുമായിട്ടുള്ള മീറ്റിംഗ് 2009. അപ്പോൾ അത് എൻ്റെ ഒരു ഘട്ടമാണ്. ഒരു പരിവർത്തനത്തിൻ്റെ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ആ ഒരു വഴികാട്ടിയെ കിട്ടി. അപ്പോഴറിയില്ലായിരുന്നു എനിക്ക് ഗുരുജിയാണ് എൻ്റെ വഴികാട്ടി എന്നുള്ളത്. അപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഒരു ലെവലിൽ തന്നെ കുറച്ച് ഇതിൽ നിൽപ്പുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഗുരുജിയെ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൾഫിലേക്ക് പോകാനുള്ളൊരു അവസരം കിട്ടി. ഞാനും പറഞ്ഞില്ല, ഈ ഒരു വാശി എനിക്കും ഉണ്ടായിരുന്നു, ഈ സമയത്ത് ആഹാരം കഴിക്കുക, ഇന്ന ഫുഡ് ഇത് വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഗൾഫിൽ പോയപ്പോൾ നീനു അനുഭവിച്ചതിൻ്റെ കുറച്ച്, അത്രയും അനുഭവിച്ചില്ല, എന്നാലും കുറച്ച് അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിലൊന്നും ഒരർത്ഥമില്ല. നമ്മൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ വാശി പിടിക്കുന്നതിനൊന്നും ഒരർത്ഥമില്ല എന്ന് മനസ്സിലായി. അതെല്ലാം ഈ മനസ്സിൻ്റെ കളിയാണ് സംഭവം. അത് തിരിച്ചു വന്നപ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ അന്തം വിട്ടുപോയി. കറക്റ്റ് സമയത്ത് ഭക്ഷണം വേണമെന്നില്ല, വിശക്കുമ്പം കഴിക്കുക, എന്ത് തന്നാലും കഴിക്കും, വിശപ്പടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ദേഷ്യം എന്ന് പറയുന്ന സംഭവം അങ്ങനെയൊന്നും ഇല്ല. പാഠങ്ങളാണ്, ഓരോ അനുഭവങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അനുഭവങ്ങളാണ്. എൻ്റെ അനുഭവം ഇങ്ങനെയാണ്, എന്നിൽ പരിവർത്തനം വരുത്തിയത് ഇങ്ങനെയാണ്. അപ്പം ഗുരുജി ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, ബാലു പോകുന്നതിന് മുമ്പേ ഗുരുജി എൻ്റെ അടുത്ത് ഇങ്ങനെ, ഞാൻ ആകെ വിഷമിച്ചു, ഗുരുജിയെ പിരിയുന്നതിനുള്ള വിഷമം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഗുരുജി എന്നോട് പറയുകയുണ്ടായി, ബാലുവിന് അവിടെ പോയിട്ട് എന്തൊക്കെയോ പഠിക്കാനുണ്ട്,
പല കാര്യങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് ബാലു പോകുന്നത്. കുറച്ച് കാലത്തേക്ക് മാറി നിൽക്കണം എന്നുള്ളൊരു ഇത് ബാലുവിനുണ്ട്. അതുകൊണ്ടാണ് ബാലു പോകുന്നത്, ഗൾഫിൽ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് മാറി നിൽക്കണം, ആരുടെയും കീഴിലല്ലാതെ. മറ്റത് ഞാൻ അച്ഛനും അമ്മയും ആ വീട്ടിൻ്റെ അകത്ത് കംഫർട്ടായിരുന്നു. ആ കംഫോർട്ട് സോണിൽ നിന്നും എൻ്റെ മനസ്സിനെ മാറ്റി തികച്ചും വ്യത്യസ്തമായിട്ട് ആരുമില്ല സപ്പോർട്ട് ചെയ്യാനുള്ള അവസ്ഥയിലെത്തിക്കുമ്പോൾ, മനസ്സിനെ ആ അവസ്ഥയിലെത്തിക്കുമ്പോൾ നമ്മൾ സ്വയം ഓട്ടോമാറ്റിക്കായിട്ട് പരിവർത്തനം വരും. അതിനു വേണ്ടിയാണ് ഗൾഫിലേക്ക് പോകേണ്ടി വന്നത്. തിരിച്ചെത്തിയപ്പോൾ വേറൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഗുരുജി തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ബാലു ഇപ്പോൾ എങ്ങനെയാണ് പഴയ പോലെ ആഹാരത്തിനൊക്കെ വാശി പിടിക്കാറുണ്ടോ, അമ്മ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്, അമ്മയ്ക്ക് എന്നെ അറിയില്ല, ഇപ്പം പഴയ ബാലുവാണ് എന്ന് അമ്മയ്ക്ക് അറിയില്ല, എന്ത് പറ്റിയെന്നാണ് ചോദിക്കുന്നതെന്ന്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിന് ഒന്ന് കംഫോർട്ട് സോണിൽ നിന്ന്, മനസ്സിൻ്റെ കംഫോർട്ട് സോണിൽ നിന്ന് ഒന്ന് മാറിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ എന്താണ്, എങ്ങനെ നമ്മൾ പരിവർത്തനപ്പെടണം ഓരോ സാഹചര്യങ്ങളനുസരിച്ച് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സൊരിക്കലും അതിന് സമ്മതിക്കില്ല. പക്ഷേ നമുക്കിങ്ങനെ അവസരങ്ങൾ തരും, ഈശ്വരൻ തരും. അത് മനസ്സിലാക്കി നമ്മൾ അതിനെ പിടിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് മനസ്സിൻ്റെ പിടിയിൽ നിന്ന് പതുക്കെ പതുക്കെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ കുറച്ച് കാര്യങ്ങളോ പറഞ്ഞ് നിർത്താം. ഇപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഓരോ സാധകരും ഇപ്പോൾ അവരോടായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ എക്സ്പീരിയൻസും ഞാനൊന്ന് ഷെയർ ചെയ്തു. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്കും പരിവർത്തനം വന്നത് സമയമെടുത്ത് തന്നെയാണ് പരിവർത്തനം വന്നിട്ടുള്ളത്. കാരണം നമുക്ക് മനസ്സിനെ ഒരിക്കലും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതിൻ്റെ പിടിയിൽ നിന്ന് ഒരിക്കലും പെട്ടെന്ന് മാറി വരാൻ പറ്റില്ല. കാരണം അത്രയും റൂട്ടഡാണ് നമ്മുടെ ഓരോ ചിന്തയും ഓരോ വാസനകളും. അത് ഈ സാധന ഗുരുജി ഓരോരുത്തർക്കും ഓരോ സാധന ഓരോ സമയത്ത് ഓരോ രീതിയിലാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേക്ക് ആ സാധനയിലും ചില മാറ്റങ്ങൾ വരുത്തും. ആ മാറ്റങ്ങൾ വരുത്തുന്നത് എന്താണ്, അവൻ അത്രയും പരിവർത്തനം വന്നു കഴിഞ്ഞു, ഇനി ബാക്കി പരിവർത്തനം വരണമെങ്കിൽ അവന് കുറച്ചുകൂടെ സാധനയിൽ കുറച്ചുകൂടെ മുകളിലേക്ക് വരണം, ആ ഒരു സാധനയുടെ ക്രമം കൂട്ടണം, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അതിൽ പരിവർത്തനം വീണ്ടും വരിക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള സാധനങ്ങൾ കൊടുത്ത് ഈ വർഷങ്ങൾ ഇത്രയും കൂടുതൽ പേരും 10, 11, 12 വർഷത്തോളമായ സാധകരാണ് ഇവിടെ കൂടുതലുള്ളത്. പുതുതായിട്ട് വരുന്നവരുമുണ്ട്. ഇപ്പോൾ ഈ സംസാരിച്ചവരെല്ലാവരും 10 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നറിയാം അവർ ഓരോ ഘട്ടങ്ങളിൽ ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ കൂടി മാറി സ്വയം പരിവർത്തനപ്പെട്ടാണ് ഈ ലെവലിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ സത്യത്തിൽ, അവൻ്റെ ഇപ്പോൾ ഈ നിമിഷത്തെ സത്യത്തിൽ അവൻ എത്തി നിൽക്കുന്നത്. ഇത് ഇനിയും മാറും. ഓരോ സാധന ക്രമങ്ങൾ മാറുന്നതനുസരിച്ച്, ഓരോ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് എക്സ്പീരിയൻസ് വഴി ഇനിയും മാറും. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഈ ധ്യാന സെൻറ്ററിൽ ഇപ്പോൾ നടക്കുന്ന ഉത്സവം ഗുലുവാണ്, ബൊമ്മ ഗുലുവാണ്. നിങ്ങൾക്കറിയാം, കാണുമ്പോൾ ഈ ഗുലുവിൻ്റെ പ്രത്യേകതയും ഇത് തന്നെയാണ്. ധ്യാന സെൻറ്ററിലെ മെയിൻ ഉത്സവം ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നതും ഓരോ ചിട്ടയായിട്ടുള്ളൊരു ദിനചര്യ കൊണ്ട് ഓരോ സാധകനും ഓരോ ദിവസവും അവൻ ചിട്ടയായിട്ടുള്ള ഓരോ ദിനചര്യകൾ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. ആദ്യ ദിവസം പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഓരോ സമയത്ത് അവർ ചെയ്ത് പോകുമ്പോൾ ഒരു ഓർഡർ വരുന്നില്ല അവരുടെ ജീവിതത്തിൽ. വിട്ടു പോകാറുണ്ട്, അത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്. നമ്മുടെ അശ്രദ്ധ തന്നെയാണ് മെയിൻ കാര്യം. എന്നാൽ അതിനെ കറക്റ്റ് ചെയ്ത് വീണ്ടും കൊണ്ടുവന്ന് ഒരു ലൈഫിലൊരു ചിട്ട കൊണ്ടുവരുമ്പോൾ അവൻ്റെ സ്വാഭാവികമായിട്ടും അവന് പരിവർത്തനം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ഇവിടെ ഇപ്പം മെയിൻ ഗുരുജി ഈ സമയത്ത് മെയിൻ ഫെസ്റ്റിവൽ ഗുലുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുലുവിൻ്റെ സന്ദേശം എന്താണെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പലതരത്തിലുള്ള ബൊമ്മകൾ വെച്ചിട്ടുണ്ട്. കല്ല്, മണ്ണ്, ചെടി, ജന്തുക്കളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, 4 കാലിലുള്ളവയുണ്ട്, 2 കാലിൽ നടക്കുന്ന എല്ലാം ഇത് ഈ ഗുലുവിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത്
എനർജി ഫോമാണ്. 3 ദേവതമാരുടെ, കാളി, ലക്ഷ്മി, സരസ്വതി, ഈ 3 ദേവതമാരുടെ ആ എനർജി ഫോം, ആ സ്വഭാവം, ആ ഒരേ സ്വഭാവം എന്നുള്ള എനർജി ഫോം എന്നുള്ള രീതിയിലാണ് ഈ 3 പേരെയും കാണുന്നത്. ത്രിഗുണങ്ങൾ, 3 ഗുണങ്ങൾ, സത്വരജ തമ ഗുണങ്ങൾ. അപ്പോൾ ഈ എനർജി ഫോം ഒരു പ്രത്യേക രീതിയിൽ വൈബ്രേറ്റ് ചെയ്തപ്പോൾ സംഭവിച്ച മാറ്റങ്ങളാണ്, ആ ഊർജ്ജ തരംഗങ്ങളിലുണ്ടായ മാറ്റങ്ങളാണ് ഈ വിവിധ ഫോമുകളിൽ നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ജന്തുക്കളായിട്ടും മനുഷ്യരായിട്ടും ഓരോ ഇതായിട്ട് കാണുന്നത് അങ്ങനെയാണ്. കല്ല്, മണ്ണ്, ഇതെല്ലാം ആ എനർജിയുടെ ഓരോ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസാണ്. അപ്പോൾ ഈ എനർജി എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ബോധം എന്നുള്ള ഒരു അവെയർനെസ് എന്ന് പറയുന്നതിലേക്ക് ഓരോ സാധകനെയും കൊണ്ടുപോകുന്ന ഒരു ഫെസ്റ്റിവൽ, ആ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഗുലു എന്ന് പറയുന്ന ഈ ഒരു ഫെസ്റ്റിവൽ. അത് ധ്യാനം പരിശീലിപ്പിക്കുന്ന സെൻറ്റർ ആയതുകൊണ്ട്, ധ്യാന സെൻറ്റർ ആയതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു, നമ്മൾ എന്താണോ ഇവിടെ പ്രവർത്തിക്കുന്നത്, ഇവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഈ ധ്യാന സെൻറ്ററിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളത് ഒരു മിനി രൂപത്തിൽ ഒരു ഗുലുവിലൂടെ ഒരു സന്ദേശമായിട്ട് ഗുരു നൽകുകയാണ്. അത് ഇവിടെ പലതില്ല, ഒന്നേ ഉള്ളൂ. ആ ബോധത്തിൻ്റെ അണ്ടറിലാണ് ഈ എനർജി ഫോം ഫുള്ളുമുള്ളത്. ഈ എനർജി ഫോം ഈ 3 ഗുണങ്ങളെയും തരണം ചെയ്ത് ഈ 3 ഗുണങ്ങൾക്കും അപ്പുറത്തുള്ള ആ ഒരു നോളജിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഈ ഓരോ സാധകൻ്റെയും ഉദ്ദേശം. ഈ ധ്യാന സെൻറ്ററിൽ ധ്യാനം പരിശീലിക്കുന്നത് അതാണ് ഉദ്ദേശം എന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം മെയിൻ ഫങ്ഷൻ ഇതാണെങ്കിലും നമ്മൾ ഗുരുജിയെ നോക്കിയാൽ അറിയാം, ഗുരുജിയുടെ പോസ്റ്റിങ്സുകൾ നോക്കിയാൽ അറിയാം, ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്ന അഹങ്കരിക്കൂ, ആത്മഭാഷണം, ശൂന്യമായ വാക്കുകൾ, അവധൂത ചിന്തകൾ, ഈ വൃത്തത്തിലെ ശൂന്യത, സ്വാമിനിയമ്മ പറഞ്ഞു, ഇതെല്ലാം സ്വാമിനിയമ്മ ഇതിനെക്കുറിച്ചെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാമിനിയമ്മയുടെ ടോക്കിൽ. അപ്പോൾ ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത്, സാധകർക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ സ്വയം ഉള്ളിലേക്ക് നോക്കി അവൻ്റെ ഉള്ളിലെ അഹത്തെ നിരാകരിച്ചുകൊണ്ട് ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ സുപ്രീം അവെയർനെസ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താം. അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ റൈറ്റിങ്സിലൂടെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുരു മാത്രമല്ല ഇവിടുത്തെ ഫങ്ഷൻ, ഗുരു ഇവിടുത്തെ മെയിൻ ഫങ്ഷനാണ്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ റൈറ്റിങ്സ് ഉണ്ട്. പിന്നെ ഗുരുപൂർണിമയുണ്ട്. ഗുരുപൂർണിമ നമ്മൾ ആഘോഷിക്കുന്നത് ഗുരുസങ്കല്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഗുരു എന്ന് പറയുന്നത് അറിവാണ്. ആ അറിവിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഗുരുപൂർണിമ നല്ലപോലെ ആഘോഷിക്കുന്നത്. അവിടെ ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല ഗുരു എന്ന് പറയുന്നതിനെ നമ്മൾ കാണുന്നത്. ധ്യാനത്തിൽ ഒരിക്കലും വ്യക്തിക്കല്ല പ്രാധാന്യം, അറിവാണ്, നോളജിനാണ് പ്രാധാന്യം. അപ്പോൾ അത് പകർന്നു തരുന്ന ഗുരുവിന് ഉള്ള ഒരു ദിവസമായിട്ട്, ഒരു ദിവസം മാത്രമല്ലല്ലോ ഗുരുവിനെ ആഘോഷിക്കും. ഗുരുവിനെ എപ്പോഴും ഗുരു പൂർണ്ണിമയ്ക്ക് മാത്രമല്ല ഗുരുവിനെ ഓർക്കേണ്ടത്, എല്ലാ ദിവസവും ഓർക്കണം. എന്നാലും ഒരു പർട്ടിക്കുലർ ദിവസം നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അത് മെയിൻ ഫോക്കസ് ചെയ്യണം. ആ നോളജിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മുഴുവൻ ഫങ്ഷൻസും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്മസിലും ഇത് തന്നെയാണ്, പലതില്ല, ഒന്നേ ഉള്ളൂ. ആ ഒരു ഫോക്കസ് ചെയ്യാൻ വേണ്ടി തന്നെ അത് എല്ലാ ആഘോഷവും നമ്മൾ ആഘോഷിക്കുന്നു. ഇപ്പം റംസാൻ്റെ ഇതിനായിരുന്നാലും നമ്മൾ കൂടുതൽ അവിടെ ഇങ്ങനത്തെ ബൊമ്മകൾ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു, പക്ഷേ സൈലൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ മൗനവ്രത ക്യാമ്പുകൾ നടത്താറുണ്ട്. ഇപ്പം ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മൾ സൈലൻസ് ക്യാമ്പ് മിക്കവാറും വയ്ക്കും. അത് സെലക്റ്റീവായിട്ട് കുറച്ച് സാധകർ മാത്രം, ഒരു 4-5 പേര് മാത്രം വന്ന് സൈലൻസ് ക്യാമ്പ് ചെയ്യും. അപ്പം അതും ഇതിനെ ഫോക്കസ് ചെയ്താണ്. സൈലൻസിലിരുന്നാൽ മാത്രമേ നമുക്ക് ഈ 3 ഗുണങ്ങളും നമ്മളിലുള്ള ഈ 3 ഗുണങ്ങളെയും അനുഭവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അനുഭവിച്ചാലല്ലേ ഇതിനപ്പുറമുള്ള ആ അവെയർനെസ്സിനെ കുറിച്ചുള്ള ബോധം കിട്ടുള്ളൂ. അപ്പോൾ സൈലൻസ് ക്യാമ്പും ഇതിൻ്റെ കൂടെ എല്ലാം നടക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ഉത്സവമാണ് ശരിക്കും ഈ ധ്യാന സെൻറ്ററിൽ നടക്കുന്നത്. പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല, സൈലൻ്റായിട്ടുള്ള ഒരു അവനവൻ്റെ ഉള്ളിലെ ഉത്സവമാണിത്. അവനവൻ തന്നെ അവനവനെ അറിയുമ്പോൾ ഉള്ളിലൊരു ആഹ്ലാദമാണ്, ഒരു ബ്ലിസ് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്, ഒരു ലവ് ആണ് ഉണ്ടാകുന്നത്. അതാണ് ഈ ലവ് ബ്ലിസ് എന്ന് ഗുരുജിയുടെ ആപ്തവാക്യം. അത് അറിയുക എന്നുള്ളതാണ്, ആ ബ്ലിസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു ധ്യാന സെൻറ്ററിൽ ശരിക്കും നടക്കേണ്ടത് സൈലൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ആഘോഷങ്ങളാണ് നടക്കേണ്ടത്. അപ്പോൾ ഇവിടെയും
ഈ പറഞ്ഞ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടത്തുന്നത്. എന്നാലും ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്ന് തോന്നാം, ഇപ്പോൾ ഈ ഗൊലു പോലുള്ള ഉത്സവങ്ങൾ നമ്മൾ നടത്തുമ്പോഴത്തേക്ക് ഒത്തിരി ബൊമ്മകളും എല്ലാം നമ്മൾ വച്ചിട്ടുണ്ട്. അവിടെ ജാതിമേത ഭേദമില്ല, ദേശങ്ങൾക്ക് വ്യത്യാസമില്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ളതുകൊണ്ട്, മതവിഭാഗത്തിൽ നിന്നുള്ളതുകൊണ്ട്, എല്ലാം ഉണ്ട്. എല്ലാത്തിനെയും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ പോലെ ആ എനർജി ഫോമിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്. പക്ഷെ നമ്മളിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ധ്യാന സെൻറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് വരാൻ കാര്യം. പക്ഷേ പുറത്തു നിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും തോന്നാം, ഇതെന്തിനാണ് ഇങ്ങനെ പല ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം വച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ട് ചില കമൻറ്റുകളെല്ലാം അങ്ങനെ വരാറുണ്ട്. സ്ഥിരം വർഷങ്ങൾ മുമ്പ് ഇതുപോലെ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് കൂടുതൽ കമൻറ്റുകൾ വരുന്നുണ്ടാവും. നേരത്തെയും വന്നിട്ടുണ്ട്. എന്നാലും ഇത് കുറച്ചുകൂടി ഇപ്പം പബ്ലിക്കിലേക്ക് റീച്ചായി വന്നപ്പോഴത്തേക്ക് പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ശരിക്കും നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ആധ്യാത്മിക വീക്ഷണം എന്ന് പറഞ്ഞാൽ വണ്ണസ്സാണ്. പലതില്ല, ഒന്നേ ഉള്ളൂ. എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ മെയിൻ ഇത്. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള റിലീജിയൻ വകഭേദങ്ങളില്ല അവിടെ. ശരിക്കും നമ്മുടെ വേദങ്ങളും ഇതൊക്കെ എടുത്തു നോക്കിയാൽ അവിടെ ഈ ഒരു ഡിഫറൻസിയേഷനേ ഇല്ല. അവിടെ ദൈവം എന്നുള്ള വാക്ക് പോലും ഉണ്ടാവില്ല ആ ബുക്കുകളിലൊക്കെ നോക്കിയാൽ. പിന്നെ ബാക്കി ബുക്കുകളുണ്ട്, വേറെ ബുക്കുകളുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു സുപ്രീം നോളജിലേക്ക് എത്താനുള്ള ചവിട്ടുപടികളാണ്. നമ്മൾ ഈ സ്കൂളുകളിലെല്ലാം ഇത് ഇല്ലേ, എന്താണ്, കഥാ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് എന്നിട്ട് മോറൽ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരെണ്ണം കൊടുക്കും. അതുപോലെ ഓരോ സ്റ്റോറീസാണ്. നമ്മൾ എന്തിനാണ്, അതിൽ നിന്നും കുറേ കിട്ടാനുണ്ട്, ഓരോ സ്റ്റോറീസിൽ നിന്നും. അത് കിട്ടാനുള്ളത് നമ്മൾ കിട്ടി ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ LKG പഠിക്കുന്ന ഒരു ഇതല്ല നമ്മൾ 5ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എല്ലാം പഠിക്കുന്നത്. നമ്മൾ പഠിച്ച് മുകളിലേക്ക് ഉയരുകയാണ് വേണ്ടത്. ഇപ്പം ഒരു PhD എടുക്കുന്നവൻ റിസർച്ചാണ് ചെയ്യുന്നത്, റിസർച്ച് വർക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ച് വർക്കാണ്. നമ്മൾ ഈ കഥകളിലും അല്ലെങ്കിൽ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുറച്ചുകൂടി നോളജ് അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ സംഗ്രഹം എന്താണ്, അതിൻ്റെ ആശയം എന്താണെന്ന് ഉൾക്കൊണ്ട് ഒരു മോറലായിട്ട് എന്താണ് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതിനെ എടുക്കുക. ഇതുപോലെ ഈ ഗൊലുവിലും സന്ദേശം അതാണ്. ഇവിടെ പലതില്ല, ഒന്നേ ഉള്ളൂ. ഈ ഡിഫറെൻറ്റ് ഫോംസും ഡിഫറെൻറ്റ് മതവിഭാഗങ്ങളായിരുന്നാലും പുല്ലായിരുന്നാലും കല്ലായിരുന്നാലും എല്ലാം ഒരേ എനർജിയുടെ ഡിഫറെൻറ്റ് ഫോമാണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റാത്തവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പഠിക്കുക, ഭാരതീയ സംസ്കാരം എന്താണെന്ന് പഠിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ആരെയും കുറ്റം പറയാനല്ല, ജസ്റ്റ് അറിവ് നേടുക, അതാണ് വേണ്ടത്. ശരിക്കും ഉദ്ദേശം, ഈ ധ്യാന സെൻറ്ററിൻ്റെ ഉദ്ദേശം അതാണ്. ആൾക്കാരിലേക്ക് ഈ ഭാരതീയ ദർശനത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ, ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ, വേറെ ഒരു പബ്ലിസിറ്റി ഇല്ല. നമ്മൾ ഇവിടെ വരുന്ന ഈ ചിന്താഗതിയുള്ള കുറച്ച് ഗ്രൂപ്പ് ആൾക്കാർ വഴി അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക. നേരത്തെ പറഞ്ഞല്ലോ, ഗുരുജിയുടെ ലക്ഷ്യം അതാണ്. ഒരു വസുദേവ കുടുംബകം എന്നുള്ളത് സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു പ്രത്യേക മതവിഭാഗത്തെ സ്ഥാപിക്കുകയല്ല, സമൂഹത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും ഒന്നായി കാണാൻ പറ്റുന്ന ഒരു ലോകം, അല്ലെങ്കിൽ ഒരു മനുഷ്യരുണ്ടായ എന്ത് സുന്ദരമായ ലോകം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഈ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു സ്ഥലം കയ്യേറാൻ ശ്രമിക്കുന്ന ഒരാളെ പോലെ ആവരുത് നമ്മൾ. ആ ഒരു ചിന്താഗതിയുള്ളവരാവരുത്. ഇപ്പം നടക്കുന്നത് അങ്ങനെയാണല്ലോ. അന്യൻ്റെ സ്ഥലം എങ്ങനെ കൈക്കലാക്കാം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പം ആ ഒരു ചിന്ത, അങ്ങനത്തെ ചിന്ത അല്ലാതെ എല്ലാം ഒന്നാണ്, എല്ലാവരെയും ഒരേപോലെ കാണണം എന്നുള്ള ചിന്ത വളർത്തിയെടുക്കുക. ആ ഒരു സമാധാനം, അപ്പോഴേ നമുക്ക് സൈലൻസിലിരിക്കാനും പറ്റൂ, പീസ്, നമ്മൾ പറയുന്ന ആ ഒരു പീസ് കിട്ടുകയുള്ളൂ. അങ്ങനെ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. സ്വയം പരിവർത്തനപ്പെടുക, അതിന് വിധേയമാവുക, അത്രയേ ഉള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം സൈലൻസിലിരിക്കാൻ ശ്രമിക്കുക. വേറൊരാളുടെ കുറ്റം കാണാൻ ശ്രമിക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരാളുടെ അറിവ് അത്രയും ആയിരിക്കാം,
ഓക്കെ, അയാൾ നമുക്ക് ദ്രോഹം ചെയ്യുന്നില്ലെങ്കിൽ പോട്ടെ, വിട്ടേക്കുക. അത് അയാളുടെ അറിവാണ്, അയാളുടെ അറിവ് വെച്ച് അയാൾ ഒരു കാര്യം ചെയ്യുന്നു, അത് വിട്ടേക്കുക. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക. സൈലൻസിലിരുന്ന് സ്വയം ഒരു പീസ്, ഒരു ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയെ സ്വയം ഡെവലപ്പ് ചെയ്യുക. സ്വയം പരിവർത്തനത്തിന് അവസരമുണ്ടാക്കുക. അവസരങ്ങൾ വരും, പോവും. ആ അവസരങ്ങളെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ പരിവർത്തനം. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് അവസാനം പറഞ്ഞു നിർത്താൻ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒരു വസുദൈവ കുടുംബകം എല്ലാവരിലൂടെയും ഉണ്ടാവട്ടെ. ഗുരുജിയുടെ ലക്ഷ്യം അതാണ്. ആ ഒരു ലക്ഷ്യം ഈ സാധകരിലൂടെയെങ്കിലും ലോകത്തിലെത്തട്ടെ. ഈ ഗുരു അതിനൊരു മാതൃകയാണ്. ആ ഒരു സന്ദേശം ഗുരുജി നമ്മളിലൂടെ പകർന്നു തരുന്നത് നമുക്ക് സാധകർക്ക്, ഈ ലോകത്തെ എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം. ഹരി ഓം.